ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് പന്തരങ്കാവ് ബൈപ്പാസിലെ ഇരിങ്ങല്ലൂരാണ്. ഇരിങ്ങല്ലൂർ എന്ന് പറയുമ്പം പല ആളുകൾക്കും ഒരുപക്ഷെ മനസ്സിലാവില്ല, കുറച്ച് ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കേരളത്തിലെ ആദ്യത്തെ ട്രംപറ്റ് ഇന്റർചേഞ്ച് അല്ലെങ്കിൽ ട്രംപറ്റ് ജംഗ്ഷൻ വരുന്ന ഗ്രീൻഫീൽഡ് ഹൈവേന്റെ ഭാഗമാവാൻ പോകുന്ന കോഴിക്കോട് ഇരിങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ആളുകൾക്ക് മനസ്സിലാവും. അതിന്റെ ഡീറ്റെയിൽ കാണിക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അവിടെ ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഭാഗമാവാൻ പോകുന്ന, ശരിക്കും എന്റെ ഒരു പ്ലാനിൽ ഈ സംഗതി ഉണ്ടായിരുന്നില്ല. നമ്മുടെ ചാനൽ കാണുന്ന ഏതൊരു സുഹൃത്തിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ ആ സ്ക്രീനിൽ കാണിക്കാം. അവര് കമന്റ് ചെയ്തപ്പോഴാണ് ഞാൻ ശരിക്കും അതിന്റെ ഒരു വാല്യൂ മനസ്സിലായത്. കാരണം ഇനി അങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ മാറുന്ന സമയത്ത് ഇരിങ്ങല്ലൂരിന്റെ ഇന്ന് ലാൻഡ് അക്വിസിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം എൻഡർ ആയിട്ട് കാണിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു. നമ്മളിതാ ഇവിടുന്നാണ് ഡ്രോൺ ഫ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഭാഗം ശരിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും കാണുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് മനസ്സിലാവും. ശരിക്കും കോഴിക്കോട് നിന്ന് വരുന്ന ഭാഗത്ത് നമ്മളിതാ ഡ്രോൺ ഫ്ലൈ കോഴിക്കോട് നിന്ന് നേരെ പന്തരങ്കാവ് ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ ഈ വിഷ്വലിൽ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ അതിൻ്റെ ട്രംപറ്റ് ഇൻ്റർചേഞ്ച് വരുന്ന ട്രംപറ്റ് ജംഗ്ഷൻ വരുന്ന ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഡ്രോൺ ചെയ്ത് ഫ്ലൈ ചെയ്ത് അതിൻ്റെ വിഷ്വലും അതിൻ്റെ ഡീറ്റെയിലും കാണിക്കുന്ന പുതിയൊരു വീഡിയോ ആണ്. ഈ ഭാഗത്താണ് ശരിക്കും കോഴിക്കോട് വരുന്ന സമയത്ത് അതിൻ്റെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. വിഷ്വലി ഞാൻ ആദ്യം അതിൻ്റെ ഒരു രൂപരേഖ ട്രംപറ്റ് ഇൻ്റർചേഞ്ചിൻ്റെ അല്ലെങ്കിൽ ട്രംപറ്റ് ജംഗ്ഷൻ്റെ ഒരു രൂപരേഖ ഞാൻ വിഷ്വലിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ലൊക്കേഷൻ ശരിക്കും ട്രംപറ്റ് ഇൻ്റർചേഞ്ച് വരുന്ന എക്സാക്ട് ലൊക്കേഷനും ഞാൻ ഈ ഡീറ്റെയിൽ അതിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വിഷ്വലിൽ കാണിക്കുന്ന ഭാഗം പന്തരങ്കാവാണ് കേട്ടോ. ലൊക്കേഷൻ ശരിക്കും കൺഫ്യൂഷൻ ആവണ്ട. ഇങ്ങനെ വരുന്ന സമയത്ത് പന്തരങ്കാവാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ച് ആ ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് നമ്മളിതാ കോഴിക്കോട് ഭാഗത്തേക്ക് ഇപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്തു. ഇങ്ങനെ പോകുന്ന സമയത്ത് എക്സാക്റ്റ് കോഴിക്കോട് അല്ലെങ്കിൽ പന്തരങ്കാവ് മറ്റേ നമ്മുടെ ട്രംപറ്റ് ജംഗ്ഷൻ വരുന്ന ആ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം. ഈ വീഡിയോൻ്റെ പ്രസക്തി ശരിക്ക് ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മുടെ നാഷണൽ ഹൈവേ 66 ഇതുപോലെ ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ഹൈവേക്കും പാലക്കാട് കോഴിക്കോട് ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതിൽ ഞാൻ ആദ്യം ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഇങ്ങനെ പോവുകയാണ്. മാമ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗം ഡെക്കാത്തലൂണാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത്. ഇതിൽ ലൊക്കേഷൻ പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ ട്രംപറ്റ് ഇൻ്റർചേഞ്ച് ഞാൻ ശരിക്കും കുറേ തപ്പിയതിന് ശേഷമാണ് ഈ ഒരു എക്സാക്റ്റ് ലാൻഡ് സ്ഥലമേറ്റെടുത്ത് ആ ഒരു ഭാഗം ശരിക്കും ലൊക്കേറ്റ് ചെയ്തത്. അവിടുത്തെ പ്രദേശവാസികളെ ആളുകളൊക്കെ ചോദിച്ചു, അതിൻ്റെ മാർക്ക് ചെയ്ത് അതിൻ്റെ ഒരു സർവേ ഭാഗങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു കണ്ടു. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ശരിക്കും ലാൻഡ് മാർക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ്. വിഷ്വൽ കാണുമ്പോൾ തന്നെ ശരിക്കും അത് മനസ്സിലാവും നിങ്ങൾക്ക്. എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നാഷണൽ ഹൈവേൻ്റെ വോക്കും തൊട്ടടുത്ത് എന്ത് ചെയ്യാം നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഈ ചുവന്ന കേരളത്തിൻ്റെ ആ ഒരു മാപ്പ് കാണുന്ന ഈ ഒരു ബോർഡ്, ആ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് കംപ്ലീറ്റ് ആയിട്ട് ട്രംപറ്റ് ജംഗ്ഷന് വേണ്ടിയിട്ട് ആ ഒരു ഡെവലപ്മെൻറ്റ് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി ലാൻഡ് ഏറ്റെടുത്ത് എൻ്റർ ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. അതിൻ്റെ വിഷ്വൽ ഞാൻ ഇതിൻ്റെ രൂപരേഖ ഒന്നും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട്. ലൊക്കേഷനിൽ കൺഫ്യൂഷനില്ല. ഹൈലൈറ്റ് മാൾ എത്തുന്നതിന് മുമ്പ് ഇരിങ്ങല്ലൂർ പന്തരങ്കാവ് എന്ന് വേണം പറയാം. ശരിക്കും അവിടുന്ന് തുടങ്ങുന്ന സമയത്ത് NH 544 പുതുശ്ശേരി വെസ്റ്റ് എന്നാണ് പാലക്കാടിൻ്റെ തുടക്കം. ഇവിടെ നമ്മൾ പന്തരങ്കാവ് ബൈപ്പാസിൽ ഇരിങ്ങല്ലൂരാണ് ശരിക്കും ഇതിൻ്റെ അവസാനം. 121 കിലോമീറ്റർ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുക. ഇനിയുള്ള ദിവസം നമ്മളെല്ലാം കൂടെ പാലക്കാട് പോകുന്ന സമയത്ത് NH 966 NH 966 തിരക്ക് അല്ലെങ്കിൽ ഇടുങ്ങിയ റോഡ് നമ്മൾക്ക് പല പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ഞാൻ എൻ്റെ ഗ്രൗണ്ട് വിഷനാണ് ശരിക്കും ഇപ്പോൾ കാണുന്നത്. ഈ പ്രദേശത്തൊക്കെ കുറേ ആളുകൾ കുറേ ആളുകൾ ഒഴിഞ്ഞു കൊടുക്കാനുള്ളതുണ്ട്. കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല അവർക്ക്. എല്ലാവർക്കും എമൗണ്ട് ഏകദേശം ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞിട്ടുണ്ട്. എമൗണ്ട് ആർക്കും കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ശരിക്കും അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു ചെറിയ പോക്കറ്റ് റോഡിൻ്റെ ഡീറ്റെയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ലൊക്കേഷൻ ശരിക്കും ഈ ഒരു ട്രംപറ്റ് ജംഗ്ഷൻ വരുന്നത് ലൊക്കേഷൻ ഇനിയിപ്പോൾ ആർക്കും കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മളെ നെന്മ ഹോട്ടൽ ലാൻഡ് മാർക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപക്ഷെ അത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. നല്ല മീനും ചോറും കിട്ടുന്ന നെന്മ, അതിൻ്റെ ഒപ്പം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നെന്മ ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പ് ഇവിടുന്ന് പന്തരങ്കാവ് എന്ന് വരുന്ന സമയത്ത് അത് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇരിങ്ങല്ലൂർ എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു മാമ്പുഴ പാലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഇനി വരാൻ പോകുന്നത്. ഞാൻ ഇങ്ങനൊരു വീഡിയോ ശരിക്കും ഇതിൻ്റെ വർക്കോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ പുരോഗതി വരുന്ന സമയത്ത് ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന ഇരിങ്ങല്ലൂർ ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ തൊട്ട് മുമ്പ് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നമ്മളെ ഈ നാട് ഇങ്ങനെ ആയിരുന്നു എന്ന് കാണിക്കാൻ, നമ്മളിപ്പോൾ വിഷ്വലിൽ കാണുന്ന പോലെ ആയിരുന്നു, ഇനിയാണ് ശരിക്കും ഇതിൻ്റെ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ചരിത്രത്തിൻ്റെ ഭാഗമാവുന്ന ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ കാണിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ.
അതിൻ്റെ രൂപരേഖ ഞാൻ ഒന്നും കൂടെ ശരിക്കും എന്ത് ചെയ്യുക എന്ന് കാണിക്കുക. ഈ കാലത്തിലേക്ക് ഈ രൂപത്തിലേക്കാണ് ഇനി വരുന്ന മാറ്റം. അപ്പം മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് ആ ഭാഗം ഒന്ന് എന്ത് ചെയ്യുക, നമുക്കൊന്ന് ഇങ്ങനെ വരുന്നതിന് മുമ്പ് ആ ഭാഗം ഇങ്ങനെ ആയിരുന്നു നമ്മുടെ നാട് എന്നുള്ളത് കാണിക്കുക. ഇത് ഒരുപാട് കാലം കഴിഞ്ഞ് ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും ഇതൊരു എന്താ പറയുക, അതൊരു രേഖപ്പെടുത്തുന്ന സംഗതിയാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ ഒരു റൂട്ട് മാപ്പ് ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് മേലെ ഭാഗത്ത് കാണാം പന്തീരങ്കാവ്, അതുപോലെ പാലക്കാട് 121 കിലോമീറ്ററാണ്. നമ്മളെ NH 966 തിരക്കുകൾ അല്ലേ. പല ആളുകളും സോഡാ കുപ്പി പോലെ ഏറ്റവും ടൈറ്റായി നിൽക്കുന്ന, കുപ്പിയുടെ എൻ്റെ ഭാഗം പോലെ ചില ഭാഗത്തൊക്കെ ഇടുങ്ങി നിൽക്കുന്ന, നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് പാലക്കാടിൻ്റെ ഇപ്പോഴത്തെ റോഡ്. 4-5 കിലോമീറ്റർ വേണം കവർ ചെയ്യണമെങ്കിൽ. എക്സാക്റ്റ് കോഴിക്കോട് നിന്ന് പാലക്കാട് കവർ ചെയ്യണമെങ്കിൽ രാത്രി അല്ലാത്ത സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ തിരക്കൊഴിഞ്ഞ സമയത്തൊക്കെ നല്ല ടൈറ്റാണ്, റോഡ് മോശമാണ്. അപ്പോൾ അതിന് അടുത്തൊരു 2-3 കൊല്ലം കൊണ്ട് യാഥാർത്ഥ്യമാവുന്ന ഈ ഒരു ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ ഡീറ്റെയിലാണ്. ഈ ഒരു ഭാഗങ്ങളൊക്കെ ശരിക്കും അടുത്ത മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അടുത്ത വർഷങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും മാറ്റങ്ങളുടെ ഒരു പൂരമായിരിക്കും. ശരിക്കും ഇങ്ങനൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഭാരത്മാല പദ്ധതിയിൽ, കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത്മാല പദ്ധതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചുമതലയിലാണ് ശരിക്കും നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ ഈ ഒരു ഭാഗം. ശരിക്കും ഇതിൻ്റെ എൻ്റയർ ഭാഗം ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ എന്താ ചെയ്യുക, ഈ ഭാഗം ശരിക്കും ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ശരിക്കും കൂടുതലും ഡ്രോൺ വിഷ്വൽ ഇതിൽ ചേർത്തിയത്. ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ ഈ ഭാഗങ്ങൾ കുറേയൊക്കെ താഴെയുള്ള വീഡിയോ കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് നമ്മുടെ സുഹൃത്ത്, നമ്മൾ നേരത്തെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സബ്സ്ക്രൈബർ ഇങ്ങനെ അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാവുന്ന ഈ ഒരു സംഗതി ഇതിന് മുമ്പ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഒരു 360 വ്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. ആ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ശരിക്കും ആ ആൾ സുഹൃത്ത് നമ്മുടെ ആ പറഞ്ഞ ആൾ തീർച്ചയായിട്ടും കാണുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പേരിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അയാൾ പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്രോ NH 966 ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ടിംഗ് ഭാഗം ഒരു ഡ്രോൺ വീഡിയോ ചെയ്യുമോ? കേരളത്തിലെ ആദ്യത്തെ ട്രംപറ്റ് ജംഗ്ഷൻ വരുന്ന പോയിന്റ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഒരു വീഡിയോ നാടിൻ്റെ ഓർമ്മകൾക്കൊരു മുതൽക്കൂട്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പുള്ളി വീഡിയോ അവസാനിപ്പിച്ചത്. എനിക്ക് കുറേ പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നതിന് ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കാണിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ച ആ റോഡ്, ആ പോക്കറ്റ് റോഡ് കാര്യങ്ങളാണ് കാണുന്നത്. കുറേ ആ വീടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് പോവും. ആ വീടുകളായിട്ട് ഞാൻ സംസാരിച്ചു. കുറേ ആളുകൾ ഒഴിഞ്ഞു കൊടുക്കാനുള്ളതുണ്ട്, ഒഴിഞ്ഞു കൊടുത്ത ആളുകളുണ്ട്. അതുപോലെ സർവേ റോഡിൻ്റെ അലൈൻമെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 മേൽപ്പാലങ്ങളാണ് അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ഇൻ്റർ ജംഗ്ഷനുമാണ് ശരിക്ക് ഇവിടെ വരാൻ പോകുന്നത്. ഈ ഒരു സ്ക്വയറിൻ്റെ ഭാഗമാണ് ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യുക, അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഗ്രീനറി ഉള്ള ഭാഗങ്ങളില്ലേ, ആ ഭാഗത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവിടെ നിന്ന് റോഡിൻ്റെ 2 സൈഡുമായിട്ട് ഇങ്ങനെ പോകും. ശരിക്കും നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്, അവിടെയുള്ള ആളുകൾക്ക് കിട്ടാനുണ്ട്. എമൗണ്ട് ഫിക്സ് ആയെന്ന് എനിക്കറിയില്ല. അറിയുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തണം. അടുത്തൊരു വീഡിയോ നന്നാക്കാൻ തീർച്ചയായിട്ടും അത് സഹായിക്കും. ഇതൊരു അലൈൻമെൻറ്റ് കാണിക്കുന്ന ഒരു വീഡിയോ കൂടി ഡീറ്റെയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോൻ്റെ ശരിക്കും ഞാൻ ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഷൂട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ കോണ്ടന്റ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ് നന്ദി. താങ്ക് യു ബൈ ഓൾ. താങ്ക് യു. നാഷണൽ ഹൈവേ 66 ആ ഒരു ഭാഗത്തുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ലോങ് വ്യൂ ഒന്ന് നോക്കിക്കളി. ശരിക്ക് ഇനിയിപ്പോൾ ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കൂല ഈ ഒരു ഭാഗം. ശരിക്കും തെയ്യക്കാണ്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും പുള്ളി പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ നാളത്തെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു മുതൽക്കൂട്ടാണ് ഈ ഭാഗത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഇരിങ്ങല്ലൂർ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. ബൈ.